വെൽക്കം ബാക്ക് വാച്ചിങ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഡാൻസ് 3. ഇനി അടുത്ത സെഗ്മെന്റ് ഇന്ത്യയെ അറിയാൻ എന്നുള്ള സെഗ്മെന്റ് ആണ്. ഇന്ത്യയെ അറിയാൻ നമ്മൾ കണ്ടസ്റ്റന്റിന് ഒരു സംസ്ഥാനം, ഒരു സ്റ്റേറ്റ് ചൂസ് ചെയ്യാം. അവർക്ക് അതിനെക്കുറിച്ച് നല്ലോണം ഗ്രാഹ്യം ഉണ്ടാവുക, അത് പഠിച്ചു വരിക ആ സംസ്ഥാനത്തെക്കുറിച്ച്. എന്നിട്ട് നമ്മൾ ചോദ്യം ചോദിക്കും. എനിക്ക് ചോദ്യം ചോദിച്ച് തിരുവനന്തപുരം ഭാഷയിൽ കോനയടക്കാൻ പറ്റിയൊരു ഉഗ്രൻ റൗണ്ടാണിത്. അസലായിട്ട് കളിയാക്കാൻ പറ്റും. പക്ഷേ ഇവർ കളിയാക്കലൊക്കെ സഹിക്കും, കാരണം മാർക്ക് കിട്ടുന്നല്ലേ. അതുകൊണ്ട് 10 മാർക്കോളം ഇവിടെ കിട്ടാം. പിന്നെ 3 മാർക്ക് ജഡ്ജസ് ചോദിക്കുമ്പോൾ അങ്ങനെ 13 മാർക്ക് കിട്ടാം. അങ്ങനെ 13 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഒരു ജാക്ക് പോട്ട് റൗണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റൻ്റ് സാജിദയാണ്. സാജിദ ഒരു മൂളൽ എന്താ പിടിച്ചില്ലേ? ക്യൂസിനല്ലേ ഇരിക്കുന്നു. അതൊന്നും ടെൻഷൻ അടിക്കണ്ട, ഞാനില്ലേ ഉത്തരം ഞാൻ പറഞ്ഞിട്ടില്ല, സഹായിക്കും. എന്താണ് ഇന്നത്തെ താങ്കളുടെ സംസ്ഥാനം? ബീഹാർ. ഗംഗാ നദി പകുത്തെടുത്ത നാടാണ് ബീഹാർ. ബീഹാറിനെ നെടുകെ മുറിച്ചുകൊണ്ട് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഗംഗാ നദി ഒഴുകുന്നു. നദിയുടെ വൈവിധ്യമാർന്ന വായ്മൊഴി വഴക്കങ്ങളാണ് ബീഹാറിനുള്ളത്. ആംഗിക, ഭോജ്പുരി, മഗധി, മൈഥിലി തുടങ്ങിയവയാണ് അവ. ബീഹാർ യുവാക്കളുടെ നാടാണ്. ജനസംഖ്യയുടെ 58% 25 വയസ്സിന് താഴെയുള്ളവരാണ്. ഈ അനുപാതം ഇന്ത്യ ആകെ എടുത്താൽ ഏറ്റവും കൂടുതലാണ്. പുരാതന ബീഹാർ അധികാരത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും നാടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വിശാലമായ സാമ്രാജ്യം മൗര്യ സാമ്രാജ്യം ബീഹാറിലെ മഗധയിലാണ് സ്ഥാപിതമായത്. ബുദ്ധമതം ലോകത്തിലെങ്ങും പരന്നത് ഇവിടെ നിന്നാണ്. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കേന്ദ്രഭൂമിയായിരുന്നു ഇന്ന് പാറ്റ്ന എന്നറിയപ്പെടുന്ന പാടലീപുത്രം. അതിപുരാതന കാലത്ത് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ നളന്ദ, വിക്രമശില സർവകലാശാലകൾ ബീഹാറിലായിരുന്നു. ലോകത്തിലാദ്യമായി ജനാധിപത്യം പുലർന്നത് ഈ പ്രദേശത്താണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം 1970കളിൽ ബീഹാർ പിന്തള്ളപ്പെടുകയും സാമ്പത്തികമായും സാംസ്കാരികമായും ദരിദ്രമാവുകയും ചെയ്തു. ബുദ്ധവിഹാരങ്ങളുടെ നാടായതിനാലാണ് ബീഹാർ എന്ന പേര് ഈ രാഷ്ട്രത്തിന് ലഭിച്ചത്. അപ്പോൾ തുടങ്ങല്ലേ? ആയിക്കോട്ടെ. ബീഹാറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ചോദ്യമല്ല, എന്താ ആദ്യം മനസ്സിൽ വരണേ? ലാലു പ്രസാദ്, നിതീഷ് കുമാർ. 15 കൊല്ലം കഴിച്ചതല്ലേ? 15 കൊല്ലം ചോദിച്ചാൽ അങ്ങനെ ഭാര്യയും. അപ്പം ലല്ലുവിനെയാണ് ആദ്യം ഓർമ്മ വരിക. പിന്നെന്താ ഓർമ്മ വരിക? പിന്നെ ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനമായിട്ട് ആദ്യത്തെ. ഓക്കെ മനസ്സിലായി. ഒക്കെ പഠിച്ചു വന്നിട്ട് ഞാൻ വെറുതെ ടെസ്റ്റ് ചെയ്തതാ. പിന്നെ രശ്മിയും രാഗിയൊക്കെ ഉത്തരം നല്ലോണം അറിയുന്ന കുട്ടികളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ബീഹാറിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും അറിയും എന്നവിടെ വന്ന് ഞാൻ കേട്ടു. അതുകൊണ്ട് ഞാൻ നിങ്ങളോടും ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. ചോദിക്കട്ടെ, ലോകത്ത് ആദ്യമായി ജനാധിപത്യ സംവിധാനമുണ്ടായ നാട്ടുരാജ്യം ഏതാണ്? നാട്ടുരാജ്യം. മലയാള സിനിമ ക്ലൂ വേണോ? ലിച്വി. കറക്റ്റ് ആൻസർ. അതിന് വേറൊരു പേരുണ്ട്, വൈശാലി. അതാണ് ഞാൻ മലയാള സിനിമ ഞാൻ പറഞ്ഞത്. മിടുക്കി, 1 മാർക്ക്. പട്ന ഏത് പേരിലാണ് പുരാണ ചരിത്ര രേഖകളിൽ ഇടം പിടിച്ചത്? പാട്ലിപുത്ര. വെരി ഗുഡ്, 2 മാർക്ക്. ഏത് രാജവംശ കാലത്താണ് കാളിദാസൻ ജീവിച്ചിരുന്നത്? മൗര്യ. വെരി ഗുഡ്, മൗര്യ രാജവംശം. മോശമില്ല. ഗുരു ഗോവിന്ദ് സിംഗിന്റെ ജന്മദേശം ഏതാണ്? പാറ്റ്ന. വെരി ഗുഡ്, 4ാമത്തെ ചോദ്യം കറക്റ്റ് ആണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ നിസ്സഹകരണം, ഇതാ ഞാൻ നിർത്താൻ പറഞ്ഞ. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം ഏത്? ചമ്പാര. ചുമ്മാ അങ്ങനെ ഒന്ന് പറയേ ചമ്പാര എന്നൊക്കെ. ഇത് എവിടുന്ന് പൊക്കിക്കൊടുന്ന വാക്കത്? എന്തായാലും ഞാൻ മാർക്ക് നിൽക്കാം, കറക്റ്റാണ്. ജയിച്ചുവല്ലോ. ഓക്കെ. ഏത് കാർഷികോൽപ്പന്നവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ സമരം? നീലം. വെരി ഗുഡ്, ഐ ആം ഇംപ്രസ്ഡ് സാജിദ, വെരി നൈസ്. രാഹുൽ ശ്യാം കൃത്യായന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി ഏതാണ്? രാഹുൽ ശ്യാം കൃത്യായന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി ഏതാണ്? ഞാൻ ഇത് വേണോ, ക്ലൂ വേണോ? ആയിക്കോട്ടെ. വളരെ ഫേമസ് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിലുണ്ടായിരുന്ന ഒരു നദി തൊട്ട് നമ്മുടെ ഒരു നദി വരെ. ഗംഗ മുതൽ വോൾഗ വരെ. തിരിച്ചു പറയൂ. വോൾഗ മുതൽ ഗംഗ വരെ. വെരി ഗുഡ്, 7ാമത്തെ ചോദ്യം കറക്റ്റാണ്. നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്തിരി കുശുമ്പൂരുണ്ട്. പുരാതന യൂണിവേഴ്സിറ്റിയായ നളന്ദ സ്ഥാപിച്ച കൊല്ലം
സെഞ്ചുറി 5th സെഞ്ചുറിയിലാണ്. AD 450 കാലഘട്ടത്തിൽ. 450-നും 460-നും ഇടയ്ക്കാണെങ്കിൽ താങ്കൾ ഏത് പറയും? 450. ആ 5th സെഞ്ചുറി ഞാൻ വായിച്ചിട്ടുള്ളത്. പുരാതന യൂണിവേഴ്സിറ്റിയെ നടന്ന സ്ഥാപിച്ച AD 450 ഞാൻ ചോദിക്കട്ടെ, അവിടെ നിൽക്കൂ. എന്താണ് ഉത്തരം രശ്മി? 450. അത് തെറ്റാപ്പാ. വെറുതെ പറഞ്ഞേ, ഒരു കൊല്ലം പറയൂ. 453. 453. ഇയാൾ എന്ത് പറയുന്നു? 450 തന്നെയാ കറക്റ്റ് ആട്ടോ. 450. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു റോള് വേണ്ടേ? നിങ്ങളിങ്ങനെ ഉത്തരം ഇങ്ങനെ റാപ്പിഡ് ഫയർ മാതിരി പറഞ്ഞ. അമ്രപാലി ആരായിരുന്നു? ഈ നേരത്തെ പറഞ്ഞ പോലെ ആ രാജകൊട്ടാരത്തിലെ നർത്തകി. ഏത് രാജകൊട്ടാരത്തിലെ? ഈ മൗര. അതിലൊരു പേരുണ്ട്. മലയാള സ്ഥലത്തിൽ നല്ലൊരു സിനിമ ഉണ്ടായിരുന്നു, ഭരതൻ സർ. വൈശാലി. വൈശാലിയിലെ എന്തായിരുന്നു അവരുടെ സവിശേഷം? നർത്തകിയായിരുന്നു. ആദ്യത്തെ ജനാധിപത്യ. അത് പറഞ്ഞു. അത് ഒരു പൊസിഷൻ ഉണ്ടല്ലോ, നർത്തകിയായിരുന്നു. എവിടുത്തെ? രാജകൊട്ടാരത്തിലെ. കൊട്ടാരം നർത്തകി. വെരി ഗുഡ്. 9 മാർക്ക് കിട്ടിയിരിക്കുകയാണ് ഈ റൗണ്ടിൽ. വെരി 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 ഗുഡ്. ഭാരത് രത്ന ഉസ്താദ് ബിസ്മില്ല ഖാന്റെ ജന്മദേശം ഏതാണ്? ബിസ്മില്ല ഖാൻ, ഉസ്താദ് ബിസ്മില്ല ഖാൻ ഷേനായി. തുമ്രാവോൺ. My God, that's nice. 10-ൽ 10 മാർക്ക് മേടിച്ച സാജിദ, ഐ ആം സോ പ്രൗഡ് ഓഫ് യു. ബീഹാർ അരച്ച് കലക്കി കുടിച്ച് വന്നിരിക്കുകയാണ് കുട്ടി. ഇനി ഒരു 3 മാർക്ക് കൂടി കിട്ടിയാൽ എനിക്ക് സന്തോഷമാവും. അതുകൊണ്ട് ഞാൻ മീര മാഡം, ഈ ബീഹാർ എന്നുള്ള വാക്ക് എവിടുന്നാ വന്നത്? അത് ബുദ്ധവിഹാര എന്നുള്ള വിഹരിക്കുക എന്നുള്ള ഒരർത്ഥത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ സർ, ഇന്ത്യൻ യൂണിയന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഇന്ത്യൻ യൂണിയന്റെ ആദ്യത്തെ പ്രസിഡന്റ് ഒരു ബീഹാർ, രാജേന്ദ്ര പ്രസാദ്. വെരി ഗുഡ്. 12 മാർക്ക്. ഒരു ഡസൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. 13 ഉറപ്പായിട്ടും. അടിയന്തരാവസ്ഥ കാലത്ത് ഏറെ പീഡനം സഹിക്കേണ്ടി വന്ന ബീഹാറുകാരനായ ഇന്ത്യയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവാരായിരുന്നു? ജയപ്രകാശ് നാരായൺ. കറക്റ്റ്. അതെനിക്ക് ഷുവറായിരുന്നു എനിക്ക് കിട്ടുന്നുള്ളത്. സാജിദ 13-ൽ 13 മാർക്കും മേടിച്ചു. എനിക്ക് 2 ചോദ്യം ചോദിക്കുന്നുണ്ട്, പക്ഷെ വേണ്ട, എൻ്റെ അടുത്ത് ചോദ്യങ്ങളില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും കിട്ടിയിട്ടോ AD 450. ഒരു 1/2 മാർക്ക് അവിടെയും കൊടുത്തേക്കാം അല്ലേ? അപ്പോൾ സാജിദ, കൺഗ്രാജുലേഷൻസ്, വെൽ ഡൺ. വളരെ ഗംഭീരമായിട്ട് ഞാൻ ക്ലൂ തരാനൊക്കെ പോയപ്പോഴേക്കൊക്കെ ക്ലൂ ഒന്നും വേണ്ട, അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ ഈ സെഗ്മെൻറ്റ്, അതായത് ഇന്ത്യയെ അറിയാവുന്ന ഈ സെഗ്മെൻറ്റ് സാജിദ വളരെ നിഷ്പ്രയാസം, എന്താ പറയുക, ഹിന്ദിയിൽ ഒരു ദായ് ഹാത്ത് കാ ഖേൽ എന്നൊക്കെ വളരെ പെട്ടെന്നാണ് പറഞ്ഞ് തീർത്തത്. എൻ്റെ സെഗ്മെൻറ്റ് അവസാനിപ്പിച്ചത്. ജഡ്ജസിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചിന്തിക്കേണ്ട, ക്ലൂ വേണ്ട. വെൽ ഡൺ സാജിദ. 13 മാർക്ക് മേടിച്ചിരിക്കുകയാണ്.